ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ചായക്കടകളിൽ നിന്നൊക്കെ മേടിക്കാറുള്ള ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ട എന്ന് പറയുന്ന നാടൻ പലഹാരമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ബോണ്ട എന്നാണ് പറയാറ്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകമായിട്ട് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും കാണുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ സിമ്പിളായിട്ടുള്ള ബോണ്ട. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ബോണ്ട ഉണ്ടാക്കുന്നതിൽ പഴം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 പഴമാണ് എടുത്തിരിക്കുന്നത്, ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണ്. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പാളയംതൊടനോ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ റോബസ്റ്റ ചേർത്ത് കൊടുത്താലും മതി. ഈ പഴം ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ടോ ഒന്ന് ഉടച്ചെടുത്താലും മതി. പഴം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഈ ബോണ്ടയിൽ മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ അച്ച് ശർക്കര ഇവിടെ ഗ്യാസിൽ ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കുക, എന്നാലും ശർക്കര ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റായിട്ട് വരിക. ഇനി ഈ പാത്രത്തിലോട്ട് ഈ ബോണ്ടയ്ക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് ആട്ടമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നത് ഈ ബോണ്ടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ അളവിൽ ഉണ്ടാക്കേണ്ടവർക്ക് അതിൻ്റെ ഇരട്ടി അളവിൽ പൊടികളൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു നല്ല ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർക്കുമ്പോൾ ബോണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സോഡാപ്പൊടിയാണ്. സോഡാപ്പൊടി ചേർക്കുമ്പോൾ ഈ ബോണ്ടയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നില്ല, അതിൽ കുറവ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ ഞാൻ ചേർക്കുന്നുള്ളൂ. ഒരു 2 നുള്ളു മാത്രമേ ഉള്ളൂ ഇത്. അടുത്തതായിട്ട് ഇതിലോട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചെറുപഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഞാൻ ആ ഒരു ചെറിയ അച്ച് ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കി വെച്ചിരിക്കുന്നത്. ചെറിയ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. ഒരച്ച് ശർക്കര എന്ന് പറയുമ്പോൾ ഉണ്ട ശർക്കരയല്ല, അല്ലാതെ സ്ക്വയർ ഷേപ്പിലുള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ ഇതിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാത്തവർ ഒരു 1/4 ഭാഗം ശർക്കരയുടെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി ഇതിൽ ചേർത്താൽ മതി. ഇത് കണ്ട ഒരല്പം കട്ടിക്കാണ് ഞാനിത് കലക്കി വെക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരിയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 1/2 മണിക്കൂർ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊരിച്ചെടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഞാനിവിടെ ഇത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ വേണമെങ്കിൽ ഇത് പൊരിച്ചെടുക്കാം. മാവ് ഈ റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ ചിലപ്പോൾ ഒന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അത് കുഴപ്പമില്ല. നമുക്കപ്പം നന്നായിട്ട് അത് ഉരുട്ടിയെടുക്കാൻ പറ്റും കൈ കൊണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇത് നല്ല ബോളുകളായിട്ട് ഉരുട്ടി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് ഉരുട്ടുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതിനുശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോകും. അകം അങ്ങനെ വെന്ത് കിട്ടത്തില്ല. ഒരുപാട് വലിയ ബോളുകളാക്കുന്നതിന് പകരം കുറച്ച് ചെറിയ ബോളുകളാക്കി നമ്മളിത് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് എണ്ണ മാത്രം മതി ചെറിയ ബോളുകളാണെങ്കിൽ പൊരിച്ചെടുക്കാനും. ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഉണ്ടംപൊരി ആണെങ്കിൽ സാധാരണ നല്ല വലിപ്പമുള്ളതാണ്. അതൊക്കെ പൊരിച്ചെടുക്കാൻ ഒരുപാട് എണ്ണയൊക്കെ വേണം. നമ്മൾ വീട്ടിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ തന്നെ പൊരിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എണ്ണയിലിട്ടിട്ട് ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം തവി കൊണ്ട് ഇങ്ങനെ ഇത് തിരിച്ചു മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്ത് കോരിയെടുക്കണം. ഇത് കൊണ്ട് റവ ചേർക്കുന്നതുകൊണ്ടാണ് ഈ മാവ് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇത് ലൂസായിട്ട് ഇരിക്കും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ അളവിൽ ഏകദേശം ഇതേ വലിപ്പത്തിലുള്ള 10 ഉണ്ടംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമല്ലേ? വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഈ ആട്ടമാവും ഗോതമ്പ് പൊടിയൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിലുള്ളതാണ്.
പിന്നെ വേണമെങ്കിൽ ആട്ടമാവിന് പകരം മൈദ ചേർത്ത് ഇത് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആട്ടയാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതല്ലേ. 4 മണി സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണിത്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ചെറുകടി ഇഷ്ടമാകും. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ റവ ചേർത്ത് ഒരു തവണ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് നല്ല മൊരിഞ്ഞ് കിട്ടുമെന്ന്. അതുപോലെ തന്നെ പഴവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അകഭാഗം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജീരകമൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടേസ്റ്റി ക്യൂൻസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.